ഇറ്റ്സ് ഇംപോസിബിൾ. ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഒരു നിമിഷം കൊണ്ട് കഥാപാത്രമായി ക്യാമറയുടെ മുന്നിലേക്ക് വരാനുള്ള അസാമാന്യ കഴിവുള്ള ഒരു നടൻ. മോഹൻലാൽ മാറി ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റ് ഇന്ത്യയിலேயே கிடையாது. இன்டென்சிட்டி த்ரூ ஐஸ். அவ்வளவு சாதனைகள் பண்ணவர். இஸ் அடையாளம் மாதிரி அவரு. தன்மாத்திரெல்லாம் தெரியல. லைஃப்ல எனக்கு அவர் நான் அன்மா நடிக்கணும் ஆசை. Will continue to always be an ardent fan. കേരളത്തിൻ സ്വത്ത്. There's only one Mohanlal that happens once in 100 years. എനിക്ക് ലാലേട്ടനെ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ വെള്ളാനകളുടെ നാട് എന്ന സിനിമയിലെ അതേ ഹെയർ സ്റ്റൈലും അതേ ഇതൊക്കെ വെച്ചിട്ട് ചെറുതായി ഒന്ന് മീശ ഒന്ന് ട്വിച്ച് ചെയ്തിട്ട് ഇദ്ദേഹം പോയി ദേവാസുരം ചെയ്യും. ഒരു ചെറിയ മീശ പിരികൊണ്ട് മാത്രം കോൺട്രാ ഡിസ്റ്റിങ്ഷൻ ഉള്ള ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്ന വേറൊരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് കോമഡി. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നളയും ഞാൻ. എന്നാൽ നമുക്ക് തുടങ്ങാം. എന്തായാലും മുട്ടി വന്നേണ്ടി നീ നമ്മുടെ സ്റ്റാർ നന്നല്ല മുറ്റനായിട്ടൊന്ന് മുള്ളിക്കൊരി. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളെവരുണ്ടാ ഫ്രീ. പോലീസുകാരെ തല്ലി എന്നുള്ള ചീത്തപ്പേര് എനിക്ക് മാറി വരികയാണ്. മാനം കെടുത്താടേ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കും. റോമാക്കുട്ടിയെ എത്ര കൊടുത്ത ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന നിന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. കുറെ നാളിവിടെ ഉണ്ടാക്കും. ചാവാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. മമ്മൂട്ടി പല വേഷങ്ങളിൽ വന്ന് കൊട്ടിയാടുന്നു. RDXിലെയും മഞ്ഞുമലിലെയും പിള്ളേർ വന്ന് ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കുന്നു. രംഗണ്ണനും മാർക്കോയും മലയാള സിനിമയുടെ അതിരുകളെ തന്നെ മാറ്റിവരച്ചു. പക്ഷേ ആ ചോദ്യം അവിടെ ബാക്കിയായി. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. അവർ KGF കൈയടക്കാൻ കാത്തിരിക്കുകയായി. അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു. മലയാളത്തിന്റെ മോഹൻലാൽ എവിടെ? ആ തെരുവിലാണ് സേതുമാധവനെല്ലാം നഷ്ടപ്പെട്ടത്. കൊതിക്കുകയാണ് ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയെ കണ്ടിട്ട്. ലാലേട്ടന്റെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് വയ്യ, പറ്റുന്നില്ല. എന്റെ പൊന്നു ബ്രോ, ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവുക. സത്യം പറയാൻ കൊതിയാവുക. വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ. ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു വന്നു. ഒരേ ഒരു രാജാവ്. ഇന്ത്യ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് പ്രീ ബുക്കിംഗ്. 24 മണിക്കൂറിൽ വിറ്റുപോയത് 6,45,000 ടിക്കറ്റുകൾ. ബുക്ക് മൈ ഷോ ആദ്യമായി സ്തംഭിച്ചു പോയത് മണിക്കൂർ. ഒരൊറ്റ പേര്, മലയാളത്തിന്റെ മോഹൻലാൽ. നാടിഞരമ്പുകൾക്ക് ചൂട് കയറാൻ ആരാധകർക്ക് മറ്റെന്ത് വേണം?
പണ്ടൊരു പുലിമുരുകൻ കാട്ടി ഇറങ്ങി, ഇന്നൊരു ഒറ്റ കൊമ്പ് ഇറങ്ങി. പഴയ വിന്റേജ് ലാലേട്ടനെ കാണാൻ പറ്റി. ഒരു കിടത്തും പടം. ഞാൻ ഒരുപാട് കൈയടിച്ചു, ബൂക്കി വിളിച്ചു, വിസിലടിച്ചു, എൻജോയ് ചെയ്തിട്ടുണ്ട്. ഹൈലി സാറ്റിസ്ഫൈഡ്. എത്ര വർഷമായി ഇങ്ങനെ ലാലേട്ടൻ സിനിമ കണ്ടിട്ട്? ലാലേട്ടൻ is back. സത്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഇന്ത്യാവിൻ പെരുമ, കേരളവിൻ സ്വത്ത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ലാലേട്ടൻ. നമ്മൾ ആഗ്രഹിക്കുന്നു. ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ? മഴ നനയാലല്ലോ കുട്ടിച്ചാൽ. ഇത് ആള് വേറെ, കളി ഒരുപാട് കണ്ടവനാ ഞാൻ. ഒലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലുള്ള ഐറ്റം. നിന്റെ കൂട്ടത്തോട് പറഞ്ഞേ മറ്റാ വീട് കാട് കയറി. 25 വർഷത്തേക്ക് മേൽപ്പറഞ്ഞ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും മറ്റൊരു വ്യക്തിയിൽ ഞാൻ അധികാരപ്പെടുത്തി. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്. കഥ എന്ന മുടിയിലടാ.